അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് റൈഡില് ജൈന്റ് ഓറർ ആൾക്കും കാര്യത്തിന് വന്നിക്കണ്. അപ്പൊ ബിൽഡിംഗ് കാര്യത്തിന് നശിപ്പിച്ചാണ് നല്ല ഒച്ചയുണ്ട്. അതേപോലെ തന്നെ ഫ്രാങ്ക്ലിനും ആൾക്കും കാര്യങ്ങൾ തന്നെ അയക്കണ്. അപ്പൊ ഞാൻ ഓട്ടോ ഓടാനായിട്ട് നമ്മള് ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് നമ്മള് ബസ് സ്റ്റോപ്പും കാര്യത്തിന് വരുന്നത്. അപ്പൊ അങ്ങോട്ടായിട്ട് പോകണം. അപ്പൊ ഇന്നലെ നമ്മള് ഓട്ടോറിക്ഷയും കാര്യത്തിന് മെയിൻ. അപ്പൊ ഇന്ന് ഓടാനായിട്ട് പോകണേ. അപ്പൊ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ് നമ്മൾ ഇന്ന് ഓടാൻ പോകുന്ന പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മള് ഫുഡും കാര്യത്തിന് കഴിച്ചില്ല. അപ്പൊ നമ്മള് പോണ വഴിക്ക് തട്ടുകടും കാര്യത്തിനുണ്ട്. അവിടുന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ നമ്മള് വീട്ടിലൊന്നും ഉണ്ടാക്കില്ല. നമ്മള് ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഫുഡും കാര്യത്തിന് പുറത്തുനിന്ന് കഴിക്കല്. അപ്പൊ അതുകൊണ്ട് നമ്മള് പോണ വഴിക്കുന്ന ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോണ വഴിക്കുന്ന ഫുഡും കാര്യത്തിന് ഉണ്ട് വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോണേ. അപ്പൊ എന്തായാലും സ്ഥലത്തും കാര്യത്തിൽ എത്തിയപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് ഒതുക്കാന്ന് വിചാരിച്ചാൽ കുറച്ചും കൂടെ പോയാലും തട്ടുകടും കഴിത്തിന്. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ ഒതുക്കാണ്. ഇവിടെ എടുക്കാൻ നേരെ ഉണ്ടായി ഇറങ്ങിയാണ് നമുക്ക് തട്ടുകടിക്കും കാര്യത്തിന് പോകാം. ഇവിടെ എടുത്തും കാര്യത്തിന് തട്ടുകട കാര്യങ്ങൾ വരുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഞാൻ പോകും കാര്യത്തിന് തട്ടുകടിയും കാര്യത്തിന് എത്തിക്കുന്നത്. എണ്ണ എനിക്കൊരു പാനിപൂരി ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട്. പാനിപൂരി കാര്യത്തിന് അപ്പൊ പാനിപൂരി ഒരു പാർസലായിട്ട് പിന്നെ ഒന്ന് കഴിക്കാനും കഴിയിട്ട് പാനിപൂരി അത്യാവശ്യം പെട്ടെന്ന് കാട്ട് പൈച്ചിനും കാര്യത്തിന് എന്തായാലും പെട്ടെന്ന് എടുക്കും. എനിക്ക് പൈച്ചിടാൻ ഓട്ടോ ഓടാനൊക്കെ പോകാൻ വേണ്ടിട്ട്. ഓക്കെ പക്ഷെ ഇവിടെ എന്താ സംസാരിക്കണ്ടല്ലോ. നമുക്ക് എന്തായാലും എന്താ യാതൊരില്ല. എടാ എനിക്ക് അറിയാം നമ്മൾ ആൾക്കും കാര്യത്തിന് നമ്മൾ സിറ്റി നശിപ്പിക്കാനായിട്ട് വേണ്ടിയിട്ട് ഒരു വീട്ടിലും കാര്യത്തിൽ തന്നെയാണ് താമസം എന്ന് പറഞ്ഞാൽ ഏതാ സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ ഉള്ള വീടും കാര്യത്തിന് ഇവിടെ ആകെ ഫൈനലിലെ വീട് മാത്രമാണ് പൈസക്കാരെ വീടും കാര്യത്തിന് അവിടെ മാത്രമാണ് സ്വിമ്മിംഗ് പൂളും കാര്യത്തിന് ഉള്ളത്. അപ്പൊ ആ വീട്ടിലും കാര്യത്തിന് തോന്നി യാതൊരല്ല എനിക്ക് അറിയാവുന്ന എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷെ അപ്പൊ നമ്മളെ വീട്ടിലും കാര്യത്തിന് ആൾക്കും കാര്യത്തിന് ഉണ്ടെന്ന് പറഞ്ഞാൽ ആകെ നമ്മളെ വീട്ടിൽ മാത്രം സ്വിമ്മിംഗ് പൂളും കാര്യത്തിനുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ പോയൊക്കെ ഒന്നും ഓട്ടോ ഓടാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും വീട്ടിൽ പോയിട്ട് അവിടെ സ്വിമ്മിംഗ് പൂളിൽ ആൾക്ക് കാര്യത്തിന് ഉണ്ടായി യാതൊരു കഴിയില്ല. അപ്പൊ എന്തായാലും ആൾക്കും കാര്യത്തിന് ഉണ്ടെങ്കിൽ അവർക്ക് ഓടിച്ചേണ്ടി എരിഞ്ഞ് ഫേക്ക് യാതൊരു കാര്യത്തിന് വെറുതെ പറയാന്ന് യാതൊരില്ല. അപ്പൊ നമ്മൾ ഓരോ സംശയിക്കാനൊന്നും പോയിട്ടില്ല. സംശയിച്ച ഡൗട്ടും കാര്യത്തിന് കുടുങ്ങി വെച്ചിട്ട് നമുക്ക് എന്തായാലും വീട്ടിൽ പോയി നോക്കാം. അപ്പൊ നമ്മളെ വീട്ടും കാര്യത്തിന് നമുക്ക് വീട് എടുത്തും കാര്യത്തിന് അപ്പൊ എന്തായാലും പോയി നോക്കാം. എന്തായാലും വീട്ടും കാര്യത്തിന് നമ്മൾ പറപ്പിച്ച് വിടാണ്. ഇന്നിപ്പോ ആദ്യമായിട്ട് ഓരോ ഓട്ടത്തിന് പോയതിന് ഇപ്പൊ ഓട്ടം പോകാനും പറ്റില്ല. എന്തായാലും നമുക്ക് രണ്ടും കൽപ്പിച്ച് വീട്ടിൽ പോയൊക്കെ വീട്ടിലുണ്ടായി യാതൊരില്ല. അപ്പൊ എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും അങ്ങനെ ഇല്ല. അപ്പൊ എന്തായാലും വീട്ടും കാര്യത്തിന് പോയി നോക്കാം. ഓട്ടം കാര്യത്തിന് സൈഡിൽ നിർത്താം. വീട്ടിന്റെ ഉള്ളിൽ കാര്യത്തിന് സേഫും അല്ല. അപ്പൊ ആൾക്കും കാര്യത്തിനാണെങ്കിൽ നമുക്ക് ഡേഞ്ചർ കാര്യത്തിന് ഓട്ടം കാര്യത്തിന് ഇവിടെ നിർത്തി തന്നെ അങ്ങനെ ഇറങ്ങിയിരിക്കണേ. പക്ഷെ അപ്പൊ നമുക്ക് ഇവിടെ ഒന്നും പാടി നോക്കാനുണ്ട്. ആൾക്ക് കാര്യത്തിന് ഉണ്ട് നമുക്ക് എന്തായാലും എന്ത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ഇവിടെ നോക്കിയേ പറ്റുള്ളൂ. എന്താ യാതൊരു ഇല്ല ഗൈസ്. അപ്പൊ ആൾക്കും കാര്യത്തിന് കഴിച്ചിട്ട് ആൾക്കും കുഞ്ഞും കാര്യത്തിനുണ്ട് തോന്നുന്നു. പക്ഷെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലെ കളറും കാര്യത്തിന് ഒരു പച്ച കളറും കാര്യമൊക്കെ തന്നെ ഇരിക്കണേ. പക്ഷെ ഇതെന്താ ഒരു കെമിക്കലും കാര്യത്തിനും തോന്നുന്നു. നമ്മൾ സ്വിമ്മിംഗ് പൂളും കാര്യത്തിന് കെമിക്കലും കണ്ട് പക്ഷെ ആൾക്കുണ്ട് ആൾക്കിന്റെ കുഞ്ഞും കാര്യത്തിനുണ്ട്. അപ്പൊ എന്തിനാന്ന് യാതൊരാണെങ്കില്ല നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കയറി നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ വീട് തകർത്തിക്കാനല്ല നമ്മളെ കാർത്തിക്കാൻ യാതൊരല്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒഴിച്ചേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് അതിന് കയറി താമസിക്കാൻ പറ്റില്ല. എന്തായാലും ബീച്ചിനും കാര്യത്തിനുണ്ടാവും. അത് നമുക്ക് എന്തേ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിയും കാര്യത്തിന് കൊടുക്കാം. അപ്പൊ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോകാം. അപ്പൊ എന്തായാലും ഓട്ടം കാര്യത്തിന് എടുത്താൽ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോകാന്ന് വിചാരിച്ച് അപ്പൊ എന്തായാലും നമുക്ക് ആൾക്കിനും കുഞ്ഞിനും മാത്രം ഒന്ന് പോക്കിയേ പറ്റുള്ളൂ. യാതൊരു അടിയിൽ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ആൾക്കും കുഞ്ഞും പോയേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. ഞാൻ അവിടെ ആയിട്ട് നമുക്ക് പരാതി കൊടുക്കാവുള്ളൂ. പോയി പരാതി എടുക്കുക യാതൊരു. അപ്പൊ എന്തായാലും നമ്മൾ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് എടുത്തി നമ്മൾ വീട്ടിന്റെ സൈഡിലായിട്ട് നമ്മൾ പെട്ടെന്ന് എത്താൻ പറ്റുന്ന പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറി നോക്കട്ടെ. അവിടെ പോലീസുകാരും കാര്യങ്ങളും ഇല്ല. അപ്പൊ രണ്ട് പോലീസ് സെക്യൂരിറ്റിയും കാര്യത്തിലുണ്ട്. അപ്പൊ അവരോട് സംസാരിച്ചൊക്കെ കേസ് എടുക്കുക യാതൊരു. അപ്പൊ എന്തായാലും വണ്ടിയും കാര്യത്തിന് നമ്മൾ നിർത്തിക്കണേ. അല്ല സാർ എനിക്ക് ഒരു പരാതി കാര്യത്തിന്റെ പരാതി താൻ പറയും. നമ്മളെ വീട്ടിലും കാര്യത്തിന് ആൾക്കും കാര്യത്തിന് എന്റെ വീട്ടിലെ ആൾക്കാർ ആൾക്ക് സാർ ഉണ്ട് സാറേ എന്റെ വീട്ടിലെ ആൾക്കും കാര്യത്തിനുണ്ട്. എന്തായാലും ഓടിച്ചേ പറ്റുള്ളൂ. എനിക്ക് അവിടെ താമസിക്കാൻ പറ്റൂല. എങ്ങനെ നമുക്ക് ഓടിച്ചാലും പറ്റിയ ആൾക്കും കാര്യത്തിന് വല്ല പവറും കാര്യത്തിന് ആൾക്കും കാര്യത്തിന് നമ്മുടെ സിറ്റിക്ക് ആൾക്കും കാര്യത്തിന് വരുന്നൊക്കെ ഒരു ന്യൂസും കാര്യത്തിന്. അപ്പൊ എന്റെ വീട്ടുകാർ സാർ എങ്ങനെ ഓടിച്ചാൽ പറ്റും. ഞാനൊരു ഐഡിയും കാര്യത്തിന് തരിച്ച് അവർക്ക് പോയാലും ഒരു പവറും കാര്യത്തിന് അത് എനിക്ക് യൂസ് ചെയ്താൽ എനിക്കൊരു ആൾക്കും കാര്യത്തിന് അവർ റെഡ് ആൾക്കും കാര്യത്തിന് ആവാൻ പറ്റും. പക്ഷെ അപ്പൊ നമുക്ക് റെഡ് ആൾക്ക് കാര്യത്തിന് ആവാൻ പറ്റുന്ന പറഞ്ഞ അപ്പൊ എന്തായാലും നമുക്ക് നേരെ ആ സ്ഥലത്തും കാര്യത്തിന് പോവാം. നമുക്ക് ഈ ഓട്ടർ തന്നെ പോകാം. നമ്മുടെ വീട്ടിൽ ഇതിന്റെ സൈഡിലായിട്ടുണ്ട് നമ്മൾ വാൻ ചലഞ്ച് കാര്യത്തിന്റെ ആ ചലഞ്ച് ഫുള്ളാക്കിയാൽ മാത്രമേ നമുക്ക് ആ ലിക്വിഡ് മാറ്റാം. ലിക്വിഡ് എടുക്കാം. പിന്നെ അതേപോലെ ഹൾക്കിന്റെ ഒരു പവറും കാര്യത്തിന്റെ ആ പവർ നമുക്ക് കിട്ടി നമുക്ക് ഹൾക്കിന് കാര്യത്തിന് തോൽപ്പിക്കാൻ പറ്റുന്നെങ്കിൽ അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടും കാര്യത്തിന് കത്തിച്ച് പോകണം. അപ്പൊ എന്തായാലും നമ്മൾ അവിടെ എത്താനേക്കണം. ബിക്കോസ് ഇതാണ് ചലഞ്ചും കാര്യത്തിന്. ഈ ചലഞ്ച് നമ്മൾ ഫുള്ളാക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ അപ്പൊ എന്തായാലും ഇവിടെ ബൈക്കും കാര്യത്തിന് അപ്പൊ നമുക്ക് ഓട്ടോറിക്ഷയായിട്ട് പോകാൻ പറ്റില്ല തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓട്ടോറിക്ഷ ഇവിടെ നിർത്തിയാൽ നമുക്ക് നേരെ ഇറങ്ങിങ്ങാണ്ട് കാര്യത്തിന് ബൈക്ക് എടുത്താണ് പോകാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ബൈക്കും കാര്യത്തിന് എടുത്തുകയാണ്. ബൈക്കിൽ കയറാൻ നമ്മൾ നേരെ കത്തിച്ച് പോകാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ബൈക്കിലും കാര്യത്തിന് കയറിയാണ്. അപ്പൊ അവിടെ ഒരു ഫാനും കാര്യത്തിന് തട്ടാതെ പോകണം. അപ്പൊ എന്തായാലും നമുക്ക് യാതൊരു തട്ടാതെ പോകുന്നു വിചാരിക്കണം. അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഗ്യാപ്പ് കൂടെ ഒക്കെ ഇങ്ങനെ പോയി കിട്ടിയിങ്ങനെ കണ്ടെയ്നറും കാര്യങ്ങളുണ്ട്. അപ്പൊ ഫാനുമ്പോൾ തട്ടാതെ പോകണമെന്ന് വെച്ചപ്പോ തട്ടി അടിക്ക് പോയി കുഴപ്പമില്ലാതെ എടി കൂടെ കേട്ടിങ്ങനെ. അപ്പൊ കണ്ടെയ്നറൊക്കെ സൈഡിൽ കൂടെയാണ് കറങ്ങുന്നത്. അതും കുഴപ്പമില്ല. നമ്മൾ കണ്ടെയ്നറിനെ തോൽപ്പിച്ചും കാര്യത്തിന് പോയിക്കണം. അപ്പൊ ഇവിടെ കണ്ടെയ്നറും കാര്യത്തിനും പോകുന്നില്ല. അപ്പൊ കുറച്ചേരം വെയിറ്റ് ചെയ്ത് സൈഡിൽ കൂടെ ഗ്യാപ്പും കാര്യത്തിന് പോകാൻ പറ്റുമെന്ന് അറിയില്ല.
എന്തായാലും ഇക്കൂടെ പോകുന്നത് ഇവിടെ ചാടിന് ഓപ്ഷൻ ചാടിച്ചപ്പോ അപ്പുറത്ത് കഴിക്കുന്ന ചാടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ചാടിയിട്ടില്ല. പക്ഷെ അപ്പൊ അങ്ങനെ കെണിയും കാര്യത്തിലുണ്ട് അപ്പൊ നമ്മൾ ചാടാൻ പോയത് അപ്പൊ എന്തായാലും സൈഡിൽ കൂടെ എടുത്ത് പോയിക്കണം ഇവിടെ ഫാനും കാര്യത്തിലുണ്ട്. പക്ഷെ ഇവിടെ മുന്നിൽ ട്രീയും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല അപ്പൊ എന്തായാലും നമുക്ക് നടു കൂടെ പോയൊക്കെ എന്തെങ്കിലും ഗ്യാപ്പ് വേണ്ട. പക്ഷെ നടു കൂടെ പോയത് എത്തിയാണ് ഗ്യാപ്പ് എടുത്താണ് അങ്ങനെ പോയി. എന്തായാലും ഫാനും കാര്യത്തിന് ഇവിടെ കുടുക്കും കാര്യത്തിനെ തോന്നി പക്ഷെ എന്താ കുഴപ്പമില്ലാതെ ഇപ്പൊ കണ്ടെയ്നർ നേർക്ക് വരാതെ നമുക്ക് അപ്പുറത്തേക്ക് ചാടാൻ പറ്റുക. പക്ഷേ കണ്ടെയ്നറും കാര്യത്തിൽ നേർക്ക് വന്നപ്പോ അതിന്റെ മുകളിൽ കയറിയാണ് നമ്മളെ സ്പീഡ് ചാടിയാലും കുഴപ്പമില്ല അവിടെ എന്താ നമുക്ക് അറിയാത്തതുകൊണ്ട് അപ്പൊ നമ്മളിത് കളിച്ച് പരിചയവും കാര്യമൊന്നുമില്ല. ഈ ചലഞ്ച് നമുക്ക് ഒരട്ടോ രണ്ടോട്ടോ ഒക്കെ കളിച്ചാൽ പറ്റില്ലെങ്കിൽ തോറ്റാലൊന്നും കുഴപ്പമില്ല. അപ്പൊ കണ്ണീറും കാര്യത്തിനും പോയി കയറിയിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ആ കെമിക്കലും കാര്യത്തിന് കുടിച്ച് കിട്ടിയാൽ മതി. എന്നാൽ അത്ര പേര് നമുക്കുള്ളൂ എന്നാലും നമുക്ക് റെഡ് ആൾക്കും കാര്യത്തിന് ആവാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത കണ്ണീറും കറങ്ങുന്നുണ്ട് അപ്പൊ കറങ്ങി കുറച്ചേരം വെയിറ്റ് ചെയ്ത് കണ്ടത് അതുകൊണ്ട് മാത്രമേ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്തായാലും കണ്ണീറും കാര്യത്തിന് നേരെ അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ ബൈക്കും കാര്യത്തിന് കയറ്റി ബെല്ലാം എടുക്കണം. എന്താ അടുത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ചുവപ്പ് കണ്ണീറും കാര്യത്തിന് കറങ്ങിയുടെ അപ്പുറത്തേക്ക് വന്നോട്ടെ കുറച്ചിട്ട് വെയിറ്റ് ചെയ്യുക. പക്ഷെ കണ്ണീറും നേരത്തെ പെട്ടെന്ന് നിർത്തി ചെറിയ ഗ്യാപ്പും കാര്യത്തിന് ഞാൻ രണ്ടും കളിപ്പിച്ചെടുത്താണ്. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ നിർത്തിയത്. പക്ഷെ അതിന് ചെറിയൊരു ഗ്യാപ്പും കാര്യത്തിൻ്റെ ബൈക്ക് എടുത്തോണ്ട് ആ ഓട്ടോഷൊക്കെ എടുത്തിട്ടുണ്ടാവും. എന്തായാലും ഓട്ടോഷ എടുക്കാത്തത് നന്നായി ബൈക്ക് എടുത്താണ് ആ ഗ്യാപ്പ് കൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇനി കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് സ്പീഡിങ് കാര്യത്തിന് എടുത്തത് ഇവിടെ അതേപോലെ ട്രീം കാര്യത്തിന് വരുമ്പോൾ തട്ടിയാണ് ബാക്ക് കാര്യത്തിന് പോയിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബാക്ക് എടുത്താൽ ഇനി പോകാൻ പറ്റും. പക്ഷെ നമുക്ക് എന്തായാലും ബാക്ക് എടുക്കാം. നമുക്ക് എന്തായാലും ചലഞ്ച് തന്നല്ലേ അപ്പൊ എന്തായാലും ബാക്ക് എടുത്താണ് ഇതോട് കടന്നത്. പക്ഷെ ഇനി ബാക്ക് എടുത്ത് പോകാൻ പറ്റില്ല തോന്നുന്നില്ല. അപ്പൊ എന്തായാലും മുന്നിൽ എടുത്താണ് ഇനി പോകാൻ റാമും കാര്യത്തിന് അപ്പൊ റാമിൽ കൂടെ ബാക്ക് എടുത്തപ്പോൾ ശരിയല്ല എന്റെ മുന്നിൽ കണ്ടീറും കാര്യത്തിനല്ല. അപ്പൊ എന്തായാലും മുന്നിടുത്താണ് പോയിക്കണം. അപ്പൊ കണ്ടീറും കാര്യത്തിന് കറങ്ങുന്നുണ്ട്. ഫാനുമ്പോൾ തട്ടിയും പോകുന്നില്ല. അപ്പൊ കണ്ടീറും കാര്യത്തിന് നേരെ കാട്ടുന്നിട്ട് നേരെ പാർപ്പിച്ച് പോവാണോ. പക്ഷെ കണ്ടീറും കാര്യത്തിന് നേരെ കഴിക്കണം ഫാനുമ്പോൾ തട്ടി പക്ഷെ ഒന്ന് ബാക്ക് കണ്ടീറും നമ്മൾ മൂട് കഴിച്ച് ബാക്ക് എടുത്തത്. പക്ഷെ ആ ഫാനുമ്പോൾ കുടുങ്ങിയെന്ന് വിചാരിച്ചു എന്താ ഗ്യാപ്പിന് ബ്രേക്ക് കുറിച്ചുകൊണ്ട് എന്താ ഇനി എന്തായാലും മുന്നിൽ പോയിട്ട് കണ്ടീറിന്റെ മുകളിൽ കൂടെ പെട്ടെന്ന് കയറി പറ്റുള്ളൂ. എന്തായാലും അങ്ങനെ കണ്ടീറിന്റെ മുകൾക്ക് കാര്യത്തിന് അങ്ങനെ കയറിയിങ്ങനെ. പക്ഷെ അങ്ങനെ നമ്മള് കെമിക്കലിന്റെ സ്ഥലത്ത് കാര്യത്തിന് എത്തിക്കണം. അപ്പൊ എന്തായാലും സ്ഥലം കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും കെമിക്കൽ കാണിച്ചില്ല. പക്ഷെ ഇപ്പൊ ഇതാണ് സംഭവം കാര്യത്തിന് വരും. ഇതാണ് കെമിക്കൽ. ഇത് കുടിച്ചാൽ മാത്രം റെഡ് ആൾക്കും കാര്യത്തിന് ആവണം. പിന്നെ ആൾക്കിന്റെ ഒരു വാളും കാര്യത്തിന് വാളല്ല ഒരു പവർ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഇത് നമുക്ക് കിട്ടണേക്കാം. അപ്പൊ എന്തായാലും ഞാൻ കെമിക്കൽ പോയി കുടിച്ചാൻ പോകണം. അപ്പൊ എന്തായാലും കെമിക്കൽ എടുത്തിട്ട് കുടിച്ചാൽ മാത്രമേ നമ്മൾ റെഡ് ആൾക്കും കാര്യത്തിന് ആവുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ എടുത്തുകൊണ്ട് അപ്പൊ ഞാൻ കുടിച്ചു നോക്കി അത് സംഭവിക്കുക യാതൊരുമില്ല. അപ്പൊ എന്തായാലും ഞാൻ കുടിച്ചൊരു 2 മിനിറ്റ് ഞാൻ റിയാക്ഷനും കാര്യത്തിന് ഉണ്ടാവുള്ളൂ പറഞ്ഞു. അപ്പൊ എന്തായാലും റിയാക്ഷനും കാര്യത്തിന് നോക്കാം. പക്ഷെ അങ്ങനെ റെഡ് ആൾക്കും കാര്യത്തിന് അയക്കണം. ഫ്രൈങ്ങളെ താരായിട്ട് എനിക്ക് ചെറിയ തന്നെ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. റെഡ് ആൾക്ക് അത്ര വലിപ്പമൊന്നും ഇല്ലെങ്കിലും അടിപൊളിയും കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും റെഡ് ആൾക്ക് എടുത്താൽ നമ്മൾ ഫവറും കാര്യത്തിൽ യൂസ് ചെയ്താൽ നമുക്ക് നേരെ പോയി നോക്കാം. നമ്മൾ വീട്ടും കാര്യത്തിന് ഗൈസ് അങ്ങനെ ഞാൻ വീട്ടിലും കാര്യത്തിന് എത്തിക്കണം. അപ്പൊ ആൾക്ക് കാര്യത്തിന് ഇപ്പോഴും സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് പോയിട്ട് അപ്പൊ എന്തായാലും ആൾക്കിന്റെ കാര്യത്തിന് നമ്മൾ തോൽപ്പിച്ചാൽ നമ്മൾ വീട്ടിൽ നിന്നും കാര്യത്തിന് ഒഴിവാക്കിയേ പറ്റുള്ളൂ. എടാ ആൾക്ക് ഇവിടുന്ന് മതിയാർക്ക് പോയിക്കോ എന്റെ വീടും കാര്യത്തിനാണ് ആദ്യമാർക്ക് ഇവിടുന്ന് പോയിക്കോ ആൾക്ക് അതിന് സൗകര്യം മാറും. നിന്റെ പവറും കാര്യത്തിന് യൂസ് ചെയ്താൽ തലക്ക് അടി കിട്ടിയ അത്ര മാറും. അപ്പൊ ആൾക്കിന്റെ കുഞ്ഞു കാര്യത്തിന് വരുന്നുണ്ട്. എന്താ ആൾക്കാരൊന്നും ചെയ്യല്ലേ എന്റെ പപ്പനൊന്നും ചെയ്യല്ലേ എന്റെ പപ്പ പോയിക്കോ പപ്പ പാവാടിന്റെ പപ്പനൊന്നും ചെയ്യല്ലേ എന്റെ പപ്പ പാവാടിന്റെ പപ്പ കുളിക്കാൻ വേണ്ടിട്ട് ഇയാൾക്ക് സ്വിമ്മിംഗ് പൂൾ കേട്ടിട്ട് വന്ന് സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോ ഇഷ്ടപ്പെട്ട വന്നതാണ് എന്റെ പപ്പനും ചെയ്യും എന്റെ പപ്പ ഞാനും വന്ന് പോയിക്കോ. അപ്പൊ നമുക്കൊരു പാവം തോന്നി. അപ്പൊ എന്തായാലും നമ്മളെ വടിയും കാര്യത്തിന് നിലത്ത് കിട്ടാൻ നമുക്ക് നേരെ തിരിച്ചു പോയി വെറുതെ നമ്മളെ കാട്ടാനൊന്നും നിൽക്കേണ്ട. ഇതില് കുട്ടി കാര്യത്തിന് നോളോടി കാര്യത്തിന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മളൊന്നും ചെയ്യാതെ നിൽക്കണം. അപ്പൊ എന്തായാലും കുട്ടി കരഞ്ഞുകൊണ്ട് മാത്രമാണ്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഭാഗമൊന്നും ഇല്ലാതെ തോന്നുന്നു നമ്മളെ കാട്ടും ചെയ്യാൻ തോന്നുന്നത്. അപ്പൊ കുളിച്ചുകാട് പോയിക്കോ. അപ്പൊ എന്തായാലും പോവാ.